സ്നേഹത്തിൻ്റെ പാലം. ഒരിടത്ത് ജ്യേഷ്ഠാനുജന്മാരായ 2 കർഷകരുണ്ടായിരുന്നു. കൃഷിസ്ഥലത്തിനോട് ചേർന്നുള്ള അടുത്തടുത്ത 2 വീടുകളിൽ വളരെ സ്നേഹത്തോടെയായിരുന്നു 2 പേരും താമസിച്ചിരുന്നത്. കൃഷി ചെയ്യാൻ ആവശ്യമായ സാധനങ്ങളും പണിക്കാരെയും കാർഷിക വിളകളുമെല്ലാം അവർ പരസ്പരം പങ്കുവെച്ച് സന്തോഷത്തോടെ ജീവിച്ചു. അങ്ങനെയിരിക്കെ ഒരിക്കൽ 2 പേരും തമ്മിൽ എന്തോ നിസാര കാര്യം പറഞ്ഞ് വഴക്കായി. മോശം വാക്കുകൾ ഉപയോഗിച്ച് ആ കലഹം വലുതായി. അതോടെ ഇരുവരും തമ്മിലുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചു. പരസ്പരം കണ്ടാൽ മിണ്ടാത്ത അവസ്ഥയായി. ഒരു ദിവസം ജ്യേഷ്ഠൻ്റെ വീട്ടിൽ ഒരാളെത്തി. "നമസ്കാരം, ഞാനൊരു മരപ്പണിക്കാരനാണ്. താങ്കളുടെ വീട്ടിൽ എന്തെങ്കിലും പണിയുണ്ടോ എന്ന് അന്വേഷിച്ച് വന്നതാ." മരപ്പണിക്കാരൻ പറഞ്ഞത് കേട്ട് ജ്യേഷ്ഠൻ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, "ഉണ്ട്, ഒരു പണിയുണ്ട്. ദേ ഈ വീടിൻ്റെ അയലത്താണ് എൻ്റെ അനുജൻ്റെ വീട്. ഞങ്ങളുടെ വീടിൻ്റെ ഇടയിൽ ഒരു ചതുപ്പ് നിലമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അവൻ വലിയ യന്ത്രം കൊണ്ടുവന്ന് ചതുപ്പ് നിലം നീളത്തിൽ മാന്തി 2 വീടിൻ്റെയും ഇടയിൽ ഒരരുവിയുണ്ടാക്കി. ഇനി ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനാവില്ല. ഈ പണി ചെയ്ത അവനുമായി ഇനി യാതൊരു ബന്ധവും എനിക്കും വേണ്ട. താനൊരു കാര്യം ചെയ്യും. എൻ്റെ പറമ്പിൻ്റെ അതിർത്തിയിൽ ഒരു വേലി കെട്ടണം. വേലി പണിയാനുള്ള മരവും ആണികളും ഞാൻ തരാം." ജ്യേഷ്ഠൻ മരപ്പണിക്കാരന് ആവശ്യമായ സാധനങ്ങൾ നൽകി. "എനിക്ക് പട്ടണം വരെ ഒന്ന് പോകാനുണ്ട്. ഞാൻ വൈകിട്ട് വരുമ്പോഴേക്കും പണി തീർക്കണം" എന്ന് പറഞ്ഞിട്ട് ജ്യേഷ്ഠൻ പോയി. വൈകിട്ട് അയാൾ പട്ടണത്തിൽ നിന്നെത്തി. നോക്കുമ്പോൾ പറമ്പിൻ്റെ അതിർത്തിയിൽ വേലിയില്ല. പകരം 2 പറമ്പിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് അരുവിക്ക് കുറുകെ അതിമനോഹരമായൊരു മരപ്പാലമുണ്ടാക്കിയിരിക്കുന്നു. അതിലൂടെ അതാ 2 കൈയും നീട്ടി തൻ്റെ അനുജൻ നടന്നു വരുന്നു. അയാൾ ജ്യേഷ്ഠനോട് നിറ കണ്ണുകളോടെ പറഞ്ഞു, "ജ്യേഷ്ഠ, ഞാൻ മോശം വാക്കുകൾ പറഞ്ഞിട്ടും അരുവി ഉണ്ടാക്കി പറമ്പിനെ വേർതിരിച്ചിട്ടും അതെല്ലാം ക്ഷമിച്ച് ഇങ്ങനെയൊരു പാലം പണിയാൻ കാണിച്ച ആ നല്ല മനസ്സിന് മുന്നിൽ ഞാൻ നമിക്കുന്നു." അനുജൻ പിണക്കമെല്ലാം മറന്ന് തൻ്റെ അടുത്തെത്തിയതോടെ ജ്യേഷ്ഠൻ്റെ ദേഷ്യവും അലിഞ്ഞുപോയി. 2 പേരും ആലിംഗനം ചെയ്തു. തങ്ങളുടെ പിണക്കം മാറാൻ കാരണക്കാരനായ മരപ്പണിക്കാരനോട് നന്ദി പറയാനായി അവർ നോക്കിയപ്പോൾ അയാൾ നടന്നു തുടങ്ങിയിരുന്നു. അപ്പോൾ ജ്യേഷ്ഠൻ വിളിച്ചു പറഞ്ഞു, "അയ്യോ, പോകല്ലേ, ഇനിയും ചില പണികളുണ്ട്." അപ്പോൾ മരപ്പണിക്കാരൻ കൈവീശിക്കൊണ്ട് പറഞ്ഞു, "നിൽക്കാൻ നേരമില്ല ചങ്ങാതി. ഇനിയും പലയിടത്തും ഇതുപോലെ പാലങ്ങൾ പണിയാനുണ്ട്." നടന്നു നീങ്ങുന്ന നല്ലവനായ മരപ്പണിക്കാരനെ അവർ നന്ദിയോടെ നോക്കി നിന്നു.